നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണ കൊള്ള കേസിൽ മുതിർന്ന CPIM നേതാവും മുൻ ദേവസ്വം മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുകയാണ്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞൊഴിഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ. അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്കും എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ പക്ഷെ പ്രതി ചേർക്കുകയോ സാക്ഷിയാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ അന്വേഷണത്തിന്റെ ഒരു ഗതിവിഗതികൾ പരിശോധിച്ചാൽ അവയെല്ലാം എത്തിച്ചേർന്നത് CPIM-ന് LDF-ന് പ്രിയപ്പെട്ട മനുഷ്യരിലേക്കാണ്. കടകംപള്ളിയിലേക്ക് അവസാനമെത്തിയ ഈ അന്വേഷണം അകത്തിട്ടിരിക്കുന്നത് പത്മകുമാർ എന്ന CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയുമാണ്. ഇന്നലെ അറസ്റ്റ് ചെയ്ത വിജയകുമാർ, അതിന് മുൻപ് പിടിയിലുണ്ടായിരുന്ന വാസു, ഈ ആളുകളുടെ എല്ലാം ചരിത്രവും പശ്ചാത്തലവും രാഷ്ട്രീയവും പരിശോധിച്ചാൽ CPIM ഗുരുതരമായ ഒരു പ്രതിരോധത്തിന്റെ നടുവിൽ നിൽക്കുന്നു എന്ന് കാണാം. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമായി എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത്. എന്നുവെച്ചാൽ ശബരിമല വലിയ തോതിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഉപാധിയാക്കി പ്രതിപക്ഷം എടുത്തു, അതിലവർ വിജയിച്ചു എന്ന്. അപ്പോൾ അക്കാര്യങ്ങളിലെ തെറ്റിദ്ധാരണ മാറ്റാൻ ഈ മാസം 15 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ വീടുകളാകെ സന്ദർശിക്കാനാണ് CPIM അതിൻ്റെ പ്രാദേശിക നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ നിർദ്ദേശം വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ജയിലിൽ കിടക്കുന്ന പത്മകുമാറിനെതിരെ നടപടിയെടുക്കുമോ എന്ന ചോദ്യത്തിന് CPM സെക്രട്ടറിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിലിരിക്കുമ്പോഴാണ് അയ്യപ്പന്റെ സ്വർണം മോഷണം പോയത്. ആ തൊണ്ടി മുതൽ ഇപ്പോഴും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ദേവന്റെ സ്വത്ത് സൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ട ഒരാൾ എന്ന് ഇപ്പോൾ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനി കൂടുതൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ആസൂത്രിതമായി അദ്ദേഹം കടത്തിയതാണോ ഇല്ലയോ എന്ന് മാത്രമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. തലപ്പത്തിരിക്കുമ്പോഴുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പോലും മാറ്റാൻ CPM ഇപ്പോഴും തയ്യാറാവുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ വീടുകളിൽ പോയി ലോക്കൽ കോമ്രേഡ്സ് എന്തായിരിക്കും പറയുക? അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ SIT അന്വേഷിച്ച് ജയിലിൽ കിടക്കുന്ന മനുഷ്യരോട് രാഷ്ട്രീയമായ നടപടി പോലും എടുക്കാൻ ധൈര്യമില്ലാത്ത നിങ്ങൾ ഞങ്ങളോട് എന്ത് വിശദീകരിക്കാനാണ് എന്ന് ജനം ലോക്കൽ കോമ്രേഡ്സിനോട്, പ്രാദേശിക സഖാക്കളോട് ചോദിക്കില്ലേ? ഈ അന്വേഷണം മുകളിലേക്ക് പോകുമ്പോൾ CPIM-നെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അത് പിടിച്ചുലയ്ക്കുകയാണോ? അതിൻ്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ 3 മാസം കൂടി കഴിഞ്ഞാൽ ഈ സംസ്ഥാനം അതിൻ്റെ ഭാഗധേയം വീണ്ടും നിർണ്ണയിക്കാൻ പോകുവാനിരിക്കെ അത് LDF-ന്റെ സാധ്യതകൾക്ക് മേലെ വലിയ നിഴൽ വീഴ്ത്തുകയാണോ? ഈ വിഷയം സംസാരിക്കുന്നു സ്പെഷ്യൽ എഡിഷൻ. CPIM ഇന്ന് പ്രതിനിധികളെ അയച്ചിട്ടില്ല. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഉള്ളത് BN ഹസ്കറാണ്, CPIM സഹയാത്രികൻ. CR രാധാകൃഷ്ണൻ, ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ. ജിൻഡോ ജോൺ, കോൺഗ്രസ് നേതാവ്. രാഹുൽ ഈശ്വർ, വലതു നിരീക്ഷകനൊപ്പം തന്ത്രി കുടുംബാംഗം. ഈ ചർച്ചയുടെ ഭാഗമായി നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം BN ഹസ്കർ, ഇത് CPIM-നെ സംബന്ധിച്ച് പരിഹരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ വിശദീകരിച്ചു പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വലിയ കുരുക്കിലേക്ക് അവർ വന്ന് വീണോ? നിഷാദേ, ശബരിമല വിഷയം ആത്യന്തികമായി കഴിഞ്ഞ പ്രാദേശിക സർക്കാർ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ചയാവുകയും അത് ഇടതുപക്ഷത്തിനേറ്റ കനത്ത പ്രഹരത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ കാരണമായി എന്ന് വിശ്വസിക്കുകയും അത് പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുതന്നെയാണ് CPM വിലയിരുത്തലുകളിലും ഉണ്ടായിട്ടുള്ളത് എന്നത് തന്നെയാണ് വസ്തുത. അതിന്ന് ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് CPM-ന് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ജനങ്ങളോട്, പൊതുസമൂഹത്തോട് വർത്തമാനം പറയുക ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ CPM പാർട്ടിയുടെ അംഗങ്ങളെ ഓരോ ഘട്ടത്തിലും ഓരോ ചുമതലകൾ ഏൽപ്പിക്കും. അത് സർക്കാർ വരുന്ന ഘട്ടത്തിലാണെങ്കിലും അല്ലാതെ പാർട്ടിയുടെ ഘടകങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും അവർക്ക് ഓരോ ചുമതലകൾ ഏൽപ്പിക്കാറുണ്ട്. ആ ചുമതലകളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടി അംഗത്തിന് വീഴ്ച വന്നാൽ ആ പാർട്ടി അംഗത്തോട് വിശദീകരണം ചോദിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പതിവ് രീതി. നമ്മുടെ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള കുറ്റകൃത്യമാണ് ആരോപിക്കപ്പെടുന്നത്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയായിട്ടുള്ളവർ, ആ നേരിട്ട് പങ്കാളികളായിട്ടുള്ളവർ എന്ന് പറയുമ്പോൾ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിനു വേണ്ടി പ്രവർത്തിച്ച നേരിട്ട് പങ്കാളികളായിട്ടുള്ളത്. ഇതിൽ ഗൂഢാലോചനയുണ്ട് എങ്കിൽ ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത രണ്ടാമത്തെ കൂട്ടരുണ്ട്. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് മൂലം അവർ ഈ കുറ്റകൃത്യത്തിന് കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ കൂട്ടർക്കെതിരെയുള്ള ആരോപണം. അങ്ങനെ 3 ഘട്ടങ്ങളിലായി, 3 ഘടകങ്ങളിലായി നിൽക്കുന്ന ആരോപണമാണ് ഇപ്പോൾ ശബരിമല കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ ഘടകങ്ങളിൽ, ഏതൊക്കെ കമ്പാർട്ട്മെന്റുകളിൽ ഈ പറയുന്ന CPM നേതാക്കന്മാർ വരും, അല്ലെങ്കിൽ CPM-നൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾ വരും എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. അതിൽ ആര് വരാൻ പോകുന്നു അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ വരേണ്ട ഒന്നാണ്. ചാർജ് ഷീറ്റ് വരുമ്പോൾ വരേണ്ട കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്
ഈ ശബരിമലയുടെ സംരക്ഷണ കാര്യത്തിൽ തങ്ങൾ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കേണ്ട നിലയിൽ CPM എത്തിയിട്ടുണ്ട്. അതിൽ തർക്കമില്ലല്ലോ. കാരണം സ്വത്ത് അടിച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞു. സ്വത്ത് സംരക്ഷിക്കാനാണ് ഏൽപ്പിച്ചിട്ടുള്ളത് സർക്കാരിനെ. അതിനാണ് സർക്കാർ ദേവസ്വം ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് CPIM അവർക്ക് പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട നേതാക്കളെ അവരോധിച്ചത്. അവരെ ആ പണിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതിൽ പ്രധാനിയായ മനുഷ്യനെ ഇപ്പോഴും സംരക്ഷിച്ചു പിടിച്ച് വിദണ്ഡവാദങ്ങൾ പറയുകയാണ് CPIM. ജയിലിൽ കിടക്കുന്ന ആൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമോ എന്ന മട്ടിലൊക്കെ. എന്നിട്ട് വീട് കയറാൻ പോയാൽ മുഖം കുനിക്കേണ്ടി വരുമോ കോമ്രേഡ്സിന്? നിഷാദ, ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് കണ്ടത് കഴിഞ്ഞ ഒരു 6 പതിറ്റാണ്ടുകൾക്കിടയിലാണ് ശബരിമല ഇന്ന് കാണുന്ന ലോകപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായി രൂപാന്തരം വന്നിട്ടുള്ളത്. 1960കളിൽ തുടങ്ങി ഈ 2025 വരെയുള്ള കാലഘട്ടങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. 60കളിൽ ഒരു 2 ലക്ഷം തീർത്ഥാടകരായിരുന്നു ശബരിമലയിൽ വന്നു പോയിരുന്നത്. മഹാഭൂരിപക്ഷവും കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു. 1967 സഖാവ് CK ചന്ദ്രപ്പന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും മഹാരാഷ്ട്രയിലും അടക്കം അയ്യപ്പ ജ്യോതി പ്രയാണം നടത്താൻ തീരുമാനിക്കുകയും ഇല്ലാന്ന് ചുമ്മാ പറയാതെ ശരിയാവില്ല. ഇത് എന്റെ സമയമല്ലേ, രാവിലെ പറഞ്ഞു. രാവിലെ സമയത്ത് പറയും ജ്യോതി ഹസ്കർ പൂർത്തിയാക്കിയിട്ട് രാഹുൽ ചോദിച്ചോളൂ. ഞാൻ 1967 സഖാവ് CK ചന്ദ്രപ്പന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അയ്യപ്പ ജ്യോതി പ്രയാണം നടത്താൻ തീരുമാനിച്ചതും ആ അയ്യപ്പ ജ്യോതി പ്രയാണത്തെ തുടർന്ന് ഇന്ന് ശബരിമലയിൽ 2 ലക്ഷം തീർത്ഥാടകർ ഒരു ദിവസം 1 ലക്ഷം തീർത്ഥാടകർ വരുന്ന ഘട്ടത്തിലേക്ക് ശബരിമലയെ ചെന്നെത്തിക്കാൻ കഴിയുന്നതിൽ ഇടതുപക്ഷ ഗവൺമെന്റ് നിയോഗിച്ച അന്നത്തെ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ടായിരുന്നു. ആ ദേവസ്വം ബോർഡ് അതൊരു ചരിത്ര സത്യമാണ്. ആ ചരിത്ര സത്യത്തെ അങ്ങനെ നിരാകരിച്ചൊന്നും പോകാനാവില്ല. അപ്പോൾ അങ്ങനെ ഇടതുപക്ഷം ചേർത്തു പിടിച്ച ശബരിമല ഇന്ന് ചെന്നെത്തി നിൽക്കുന്നത് CPM ചുമതല ഏൽപ്പിച്ച ആളുകൾ ആ വിശ്വാസ്യത പൂർണ്ണതോതിൽ നടപ്പിലാക്കിയില്ല എന്ന വലിയ വിമർശനമുണ്ട്. ആ വിമർശനത്തിന്റെ ഉത്തരവാദിത്വവും CPM ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ ആ വിമർശനത്തിന്റെ ഉത്തരവാദിത്വവും CPM ഏറ്റെടുത്തുകൊണ്ടാണ് ജനങ്ങളുമായി സംവദിക്കുന്നതിനും തെറ്റിദ്ധാരണ നീക്കുന്നതിനുമുള്ള തീരുമാനം അതായത് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ട ഒരാൾ, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ ആസൂത്രകൻ എന്ന് SIT ആരോപിക്കുന്ന ഒരാൾ, ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ ഞങ്ങൾ കൈവിടില്ല എന്ന് പ്രഖ്യാപിച്ച് അയാളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് വീടുകളിൽ കയറി ചെന്നാൽ CPMകാർക്ക് കാര്യം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുമോ, അതോ നാണം കെട്ട് ഇറങ്ങിപ്പോരേണ്ടി വരുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിഷാദ്, എനിക്കൊരു വ്യത്യസ്തമായ അഭിപ്രായം കൂടിയുണ്ട്. ഒരുപക്ഷെ പാർട്ടിയുടെ അഭിപ്രായത്തിൽ നിന്ന് വിഭിന്നമായി ഒരുപക്ഷെ സഖാവ് പത്മകുമാറിനെ ഈ ആരോപണം വന്ന തുടക്ക സമയത്ത് തന്നെ പാർട്ടി നടപടിയെടുത്തിരുന്നുവെങ്കിൽ പാർട്ടിയുടെ വജ്രശോഭയോടുകൂടി പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടാനാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത്തരത്തിൽ നടപടിയെടുക്കുന്നതിൽ CPM പരാജയപ്പെട്ടു. CPM ആ രാഷ്ട്രീയ ബുദ്ധി അക്കാര്യത്തിൽ കാണിച്ചില്ല എന്ന വലിയ വിമർശനം ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോ അത്തരത്തിൽ നടപടി നിങ്ങൾ ഈ കേസിലെ 10 പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഏതൊക്കെ നിലയ്ക്ക് ഏതൊക്കെ നടപടികൾ എപ്പോഴൊക്കെ എടുക്കണം, ഏതൊക്കെ തന്ത്രങ്ങൾ എന്നറിയാത്ത രാഷ്ട്രീയ ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു നിഷ്കളങ്ക സംഘമൊന്നുമല്ലോ ആ പാർട്ടി. ആ പാർട്ടിക്ക് അറിയാമല്ലോ ഈ ഡാമേജ് പത്മകുമാറിനെ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. പത്മകുമാറിനെ ചേർത്ത് പിടിക്കും തോറും വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. ആൾക്കാർ ഇപ്പോൾ എന്താണ് കോൺഗ്രസ്സുകാരൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, പത്മകുമാറിനെ എപ്പോഴും നിങ്ങൾ സംരക്ഷിക്കുകയല്ലേ എന്നാണ്. എന്നിട്ട് സംരക്ഷിക്കുകയാണ്. അപ്പോൾ ബുദ്ധി ഉദിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് ബുദ്ധിയുടെ വിഷയമല്ല, മറിച്ച് പത്മകുമാറിനെ കൈവിടാൻ കഴിയാത്ത വിധമുള്ള ലോക്കുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഹസ്കർ. അങ്ങനെയല്ല നിഷാദ്, അതിനെ അത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നതിന് പകരം ഒരുപക്ഷെ ഇത് നടപടിയെടുക്കാൻ താമസിച്ചു പോയി, വൈകിപ്പോയി എന്നുള്ളത് കൊണ്ട് നടപടിയിലേക്ക് പോകില്ല എന്ന വ്യാഖ്യാനത്തിലേക്കും വരേണ്ടതില്ല. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, CPMന്റെ ചരിത്രം അറിയുന്നവർക്കറിയാം, CPM ഒരു നടപടി എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് തെറ്റ് ചെയ്യുന്ന ഏതൊരു സഖാവിനെയും കൃത്യമായി നടപടിയെടുക്കുന്നതിന് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സഖാവ് EMS മുതൽ സഖാവ് VS അച്യുതാനന്ദൻ വരെ നീളുന്ന പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെ വരെ പാർട്ടി നടപടിയെടുത്തിട്ടുള്ള ചരിത്രമുള്ളതാണ് CPMന്. അപ്പോൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് CPMന് നടക്കാനാവില്ല. അങ്ങനെ നടപടിയെടുത്ത സന്ദർഭമുണ്ട്, എടുക്കാതിരുന്ന സന്ദർഭമുണ്ട്. CPM പലതരത്തിലുള്ള സ്ട്രാറ്റജീസാണ് ഇത്തരം കേസുകളിൽ എടുക്കുക. ഒന്നുകിൽ CPM പറയുക അന്വേഷണം CPMനെ തകർക്കാനുള്ള പരിപാടിയുടെ ഭാഗമാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കോടതി വിധി CPMനെതിരാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന ലൈൻ ചിലപ്പോൾ എടുക്കും. ചിലപ്പോൾ ആളുകളെ എടുപിടിയിൽ നിന്ന് മാറ്റിയ സന്ദർഭമുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയെ മാറ്റിയത് അന്വേഷണമൊക്കെ പൂർത്തിയാവുന്നതിന് മുന്നേ മാറ്റി. കാരണം എന്താണ്, പൊതുജന വികാരം പെട്ടെന്ന് പാർട്ടി മനസ്സിലാക്കി അവരോട് മാറാൻ പറഞ്ഞു. അവരെ എന്ത് ചെയ്തു, മുഖ്യധാരയിൽ നിന്നേ മാറ്റിക്കളഞ്ഞു. അന്വേഷണമൊക്കെ എപ്പോഴാണ് പൂർത്തിയായത്? പിന്നെയും സമയമെടുത്തില്ലേ?
അപ്പോൾ എല്ലാത്തിൻ്റെയും അന്വേഷണവും കുറ്റപത്രവും അന്തിമ തീർപ്പും വരാൻ കാത്തിരിക്കാത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. കുറ്റപത്രം എല്ലാം വന്നിട്ടും കൈവിടാത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഒരു വലിയ നോക്കൂ, അടുത്ത ഭരണം കിട്ടുമോ ഇല്ലയോ എന്നുള്ള അതിപ്രധാനമായ ഒരു സന്ധിയിൽ നിൽക്കുന്നു പാർട്ടി. അവിടെ ഒരു തവണ പാർട്ടിയെ കുത്തി വീഴ്ത്തിയ ശബരിമല വിഷയം അതേപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. അതിലെ കേന്ദ്രസ്ഥാനീയനായ മനുഷ്യനെ വിടാൻ പറ്റില്ല എന്ന ആ പാർട്ടി ഏതാണ്ട് ആത്മഹത്യാ സ്വഭാവത്തിൽ തീരുമാനിക്കുന്നതിന് പിന്നിൽ എന്തോ വലിയ സംഗതിയില്ലേ ഹസ്കർ? അല്ല നിഷാദെ, നമുക്ക് അത്തരത്തിലൊരു നറേറ്റീവ് ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുകയില്ല. അതൊരു ദുർബലമായിട്ടുള്ള വാദമുഖം മാത്രമായിരിക്കും. കാര്യം CPM-നെ സംബന്ധിച്ചിടത്തോളം സഖാവ് പത്മകുമാറിനെതിരെ നിശ്ചയമായും നേരത്തെ നടപടിയെടുക്കണമെന്ന അഭിപ്രായമുള്ള ഒരാളാണ്. പക്ഷെ അത് ആ നടപടിയെടുക്കാൻ വൈകിയത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എന്നുള്ളതും ആ പ്രതിരോധമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഒരു ഘടകമാണെന്നുള്ളത് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പോകേണ്ടത്. മറിച്ച് നിങ്ങളിപ്പോഴും ചർച്ച ചെയ്യുന്നത് ഇതിലെ 3 CPM അംഗങ്ങളെയോ അല്ലെങ്കിൽ 3 CPI-യുമായി ബന്ധമുള്ള ആളുകളുടെയും മാത്രം പേരുകൾ വെച്ചിട്ടാണ്. ബാക്കി 7ഓളം പ്രതികളുണ്ട്. ആ 7 പ്രതികളുടെ രാഷ്ട്രീയ ചായ്വിനെ കുറിച്ച് നാളിതുവരെ ഒരാളും വർത്തമാനം പറയുന്നില്ല. അവരുടെ രാഷ്ട്രീയം ഏത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളവരാണ്, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യുന്നില്ല. ശബരിമലയുടെ സ്വത്ത് സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനെയാണ് ജനം ഏൽപ്പിച്ചിട്ടുള്ളത്, ദേവസ്വം ബോർഡിനെയാണ്. അതിൽ കോൺഗ്രസ്സുകാരും എല്ലാം പ്രതികളുണ്ടെങ്കിൽ പിടിച്ച് പൂട്ടാനുള്ള അധികാരവും പോലീസും സംവിധാനം ഒക്കെ ഇരിക്കുന്ന പിണറായി വിജയന്റെ കയ്യിലാണ്. അത് പൂട്ടിക്കൊള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ അതിനകത്ത് കോൺഗ്രസ്സുകാരും ഇല്ല എന്നുള്ള ബാലൻസ് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കേണ്ട സന്ദർഭമാണെന്ന് എനിക്ക് സംശയം. കാരണം കോൺഗ്രസ്സുകാർ കട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കണമായിരുന്നു. 10 വർഷമായിട്ട് പോലീസ് കയ്യിലിരിക്കുകയല്ലേ, സംവിധാനം മുഴുവൻ കയ്യിലിരിക്കുകയല്ലേ, ദേവസ്വം വിജിലൻസ് കയ്യിലിരിക്കുകയല്ലേ, എന്താ ചെയ്യാത്തതാണ്? അതിന് അപ്പോൾ ഇതിനകത്ത് ഉത്തരവാദിത്വ നിർവഹണം നടത്തിയിട്ടില്ല എന്ന പ്രശ്നം അവിടെ നിൽക്കുകയാണ്. ഞാൻ വരാം. ജിൻഡോ ജോൺ, ഇന്നലെ M സ്വരാജ് ഈ കാര്യത്തിൽ വിശദീകരിക്കുന്ന ഒരു പോയിന്റ്, പത്മകുമാർ ജയിലിലാണ്. പക്ഷെ പത്മകുമാർ എന്ത് ചെയ്തു എന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. അദ്ദേഹം കുറ്റം ചെയ്തു എന്നാണോ, കുറ്റം ചെയ്യാൻ സഹായിച്ചു എന്നാണോ, അതോ കുറ്റം കണ്ടിട്ടും മിണ്ടാതിരുന്നു എന്നാണോ, അതോ അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഇരിക്കുമ്പോൾ നടന്ന കാര്യങ്ങൾക്കുള്ള അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണോ? ഇതിലേതാണെന്ന് വ്യക്തത വരുത്താതെ എടുപിടിയിൽ നിന്നൊരു നടപടിയിലേക്ക് കടക്കുന്നതിൻ്റെ യുക്തി എന്താണെന്ന് ചോദിക്കുന്നു സ്വരാജ്. ആ വിശദീകരണം വലിയ തോതിൽ CPIM ഹാൻഡിലുകൾ കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട്. അത് ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണോ ജിൻഡോ? ശ്രീ നിഷാദ്, അതിലുള്ളൊരു പ്രശ്നം M സ്വരാജിനെ പോലുള്ള ആളുകൾ ഇത്തരം നടപടികൾ പറയുന്നതിൽ അത്ഭുതമൊന്നും വിചാരിക്കേണ്ട. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെ അദ്ദേഹം കാണുന്നേ ഇല്ല. അപ്പോൾ ഞാൻ അത്ഭുതത്തോടെയാണ് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ആ ചാനൽ ഡിബേറ്റ് കണ്ടത്. അദ്ദേഹമൊക്കെ എങ്ങനെയാണ് ആ പൊസിഷൻ എടുത്തതെന്നുള്ള വല്ലാത്തൊരു അത്ഭുതം. അത്ഭുതത്തിന് കാര്യമൊന്നുമില്ല, കാരണം കുറേ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ മൗനം പോലും ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ്. SIT-യുടെ അന്വേഷണത്തിനോട് ഞങ്ങൾ ഒപ്പം നിൽക്കുന്നു. SIT-യിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് CPM പറയുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തോടും വിയോജിപ്പില്ല. അതെല്ലാം ശരിയാം വണ്ണം നടക്കുന്നതാണ് CPM-ന്റെ നിലപാട്. ശരിയാം വണ്ണം നടക്കുന്ന ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി CPM-ന്റെ നേതാക്കന്മാരുൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവരെന്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് ഞങ്ങൾക്ക് അറിയണം. അത് അറിയുന്നത് വരെ അവരെ ഞങ്ങൾ പാർട്ടിയിൽ തുടരാൻ അനുവദിക്കുമെന്നാണ് M സ്വരാജ് പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. അതായത് ഒരേ സമയം പത്മകുമാറിനെ പോലെ വാസുവിനെ പോലുള്ള ആളുകൾ CPM-ലും തുടരും, ജയിലിലും തുടരും. പത്മകുമാർ ജില്ലാ കമ്മിറ്റിയിലും ജയിലിലും ഒരേ സമയം പ്രവർത്തനം നടത്തുമെന്നാണ് ഇവർ പറയുന്നത്. അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം നിഷാദ് തന്നെ ഇവിടെ ഒരു ഉദാഹരണം എടുത്തു. ഈ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഈ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ CPM നടപടിയെടുത്ത് അവരെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി. അതിൻ്റെ അർത്ഥം CPM-ന് മുൻകൂട്ടി ധാരണയുണ്ടായിരുന്നു, PP ദിവ്യ തന്നെയാണ് കൊലയാളി എന്ന് ധാരണയുണ്ടായിട്ടാണ് നടപടിയെടുത്തതെന്ന് വേണമല്ലോ M സ്വരാജിൻ്റെ വാദം വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതാ ഇവരുടെ നിലപാട്? ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ BN ഹസ്കറിനെ പോലുള്ള ആളുകൾ ഇത്തരത്തിൽ നിലപാട് മാറ്റി പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും യാഥാർത്ഥ്യബോധത്തിലേക്ക് കുറച്ചുകൂടി അടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അദ്ദേഹം ഒരു CPM നിരീക്ഷകനാണെങ്കിൽ പോലും അദ്ദേഹം കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടെയാണ് പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, CPM ഇപ്പോഴും പത്മകുമാറിന്റെ ഭാഗത്തോ വാസുവിന്റെ ഭാഗത്തോ ഒരു തെറ്റുമുണ്ട് എന്ന് വിചാരിക്കുന്നില്ല. ഇപ്പൊ ഹസ്കർ പറഞ്ഞു, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 7 ആളുകൾക്ക്, മൊത്തം 10 പേരോളം ഉണ്ട്, അതിൽ 7 പേർക്ക് പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയാം. മുരാരി ബാബു CIT-കാരൻ, KS ബൈജു CIT-കാരൻ, സുദേശ് കുമാർ CPM-ന്റെ അടൂര് നേതാവ്, VS രാജേന്ദ്ര പ്രസാദ് ഇതുപോലെ തന്നെ CPM-മായി അടുത്ത ബന്ധമുള്ള ആള്, വിജയകുമാർ CPM-ന് വേണ്ടപ്പെട്ട ആള്, N വാസു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ഗുരുദാസൻ മന്ത്രിയുടെ PS ആയിരുന്നു, അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. പത്മകുമാർ ജില്ലാ കമ്മിറ്റി അംഗമാണ്, മുൻ MLA ആണ്, CPM-ന് വേണ്ടപ്പെട്ട ആളാണ്. ഇതൊന്നും CPM-ആയിട്ട് ബന്ധപ്പെട്ട ആളുകളല്ലേ?
നിങ്ങൾ പണ്ട് ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ കുറിച്ച് പറഞ്ഞപ്പോഴും പാർട്ടിക്ക് ഒരു ബന്ധമില്ലെന്ന് പറയുന്നത്. ശിക്ഷിക്കപ്പെട്ടവർ മുഴുവൻ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തുടങ്ങി CPM-ന് വേണ്ടിയിട്ട് കൊല്ലാൻ നടക്കുന്ന ആളുകൾ വരെയുണ്ട്. എന്നിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടും കുഞ്ഞനന്തൻ ഒരു കുഞ്ഞുറുമ്പിനെ പോലും പീഡിപ്പിക്കാത്ത കൊല്ലാത്ത ആളാണ്, മഹാനായിട്ടുള്ള മനുഷ്യനാണെന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മരിച്ചതിന് ശേഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടി.പി. ചന്ദ്രശേഖരൻ എങ്ങനെ വെറുതെ തലയിറങ്ങി വീണ് മരിച്ചാണോ? അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? കോടതി ശിക്ഷിച്ചാലും നിങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. ഇവിടെ നിഷാദ ഒരു പ്രശ്നമുള്ളത്, ഈ ഉന്നത നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് അമ്പലക്കൊള്ള നടന്നിട്ടുള്ളതെന്ന് ഒരു കാര്യത്തിൽ സംശയമില്ലല്ലോ. കാരണം അങ്ങനെ നമുക്ക് വിചാരിക്കാൻ കാരണം ഈ കടകംപള്ളി സുരേന്ദ്രൻ വഴിയാണ് പത്മകുമാർ പോറ്റിയെ പരിചയപ്പെടുന്നത്. അല്ലെങ്കിൽ ഇവർ ഈ താഴെത്തട്ടിലുള്ള ആളുകൾ മാത്രം നടപ്പാക്കിയ ഒരു കൊള്ളയാണെങ്കിൽ നടപടിയെടുത്ത് കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കണ്ടേ? മടിയിൽ കണമില്ല എന്ന് 40 പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ, ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളം ഭരിക്കുമ്പോൾ 6 വർഷക്കാലമായി അമ്പലക്കള്ളന്മാരെ മൂടി വെച്ച് സംരക്ഷിച്ചത്, ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചത്, 2019 കള്ളത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് 2025 പുതിയ ദേവസ്വം ബോർഡിന്റെ കാലത്ത് വീണ്ടും ഈ പോറ്റി എന്ന് പറയുന്ന പെരുങ്കള്ളനെ വീണ്ടും വിളിച്ചു വരുത്തുന്നതൊക്കെ നടക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇവിടെ ഭരണപരമായിട്ട് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, സംസ്ഥാന കമ്മിറ്റി, ഭരണ നേതൃത്വം തീരുമാനിച്ചുറപ്പിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വെച്ചിരിക്കുന്ന ആളുകൾ ഭരണപരമായിട്ടുള്ള അവരുടെ കഴിവുകേട് കൊണ്ട് അവിടെ കൊള്ള നടന്നു എന്ന് കാര്യം ഉറപ്പായല്ലോ. ഇനി ഇവർ നേരിട്ട് കട്ടോ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. അത് ക്രിമിനൽ കേസ്, അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം, അത് നിയമപരമായി കണ്ടെത്തേണ്ട കാര്യം, അത് അവിടെ നിൽക്കട്ടെ. ഭരണപരമായി വീഴ്ച സംഭവിച്ചു, പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു നടപടി വേണ്ടേ? ഇവർക്ക് പലതരം നടപടിയുണ്ടല്ലോ. താക്കീതുണ്ട്, പരസ്യ താക്കീതുണ്ട്, പുറത്താക്കലുണ്ട്, സസ്പെൻഷൻ ഉണ്ട്, പല നടപടിയുണ്ടല്ലോ. ഏതെങ്കിലും ഒരു നടപടി ഉണ്ടോ? ഇനി ഞാൻ ചോദിക്കട്ടെ, പഴയ കാലം തൊട്ടെടുത്ത ഒരുപാട് ഉദാഹരണം പറയാം. സീസർ മാത്രം പോരാ, സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതമായിരിക്കണമെന്നാണ് CPM-ന്റെ പ്രഖ്യാപിത നിലപാട്. പക്ഷെ അമ്പലക്കള്ളന്മാരുടെ കാര്യത്തിൽ അതില്ല. ഇവിടെ കേവലം സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ഇവിടെ പുരാവസ്തു മോഷണമുണ്ട്, വിഗ്രഹ മോഷണമുണ്ട്, അന്താരാഷ്ട്ര കച്ചവടം വരെയുണ്ട്. അപ്പൊ ഇതെല്ലാം പരിശോധിക്കപ്പെടണം. ഇതെല്ലാം നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വായിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം പറയാം, പാർട്ടിക്ക് ഈ പത്മകുമാറിനെ പോലെ, വാസുവിനെ പോലെ, CIT-യുടെ പ്രാദേശിക പ്രവർത്തകർ നേതാക്കന്മാരുമായിട്ടുള്ളവരെ വരെ തള്ളിപ്പറയാൻ പേടിയുള്ളത് ഉന്നത നേതാക്കന്മാർക്ക് ബന്ധമുള്ളത് കൊണ്ടാണ്. കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ആളുകളെ കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിട്ട് ഇന്നല്ലേ നമ്മൾ അറിഞ്ഞത്? എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അറിയാൻ വൈകിയത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ പൊതുസമൂഹം അറിയാൻ വൈകിയത്? അതുപോലെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യാൻ വിളിച്ചു എന്ന്. അപ്പോൾ ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിച്ചത് എന്താ നമ്മൾ അറിയാൻ വൈകിയത്? ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, എൻ്റെ നിയമപരിജ്ഞാനം വളരെ കുറവാണ്, ഞാനൊരു വക്കീലൊന്നുമല്ല. പക്ഷേ 10-60 ദിവസം കഴിഞ്ഞാൽ പത്മകുമാറിനെ പോലുള്ള ആളുകൾക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. അതുവരെ ഇത് വലിച്ചു നീട്ടിക്കൊണ്ടുപോയി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മെല്ലെപ്പോക്ക് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷം മാത്രമല്ല ഹൈക്കോടതിയും പറഞ്ഞു. ആ മെല്ലെപ്പോക്കിന് ശേഷം ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, വീണ്ടും ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇഴഞ്ഞു നീങ്ങി 60 ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടാനുള്ള പരിപാടിയാണെങ്കിൽ അമ്പലക്കള്ളന്മാരെ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ SIT ഉണ്ടെന്ന് പൊതുസമൂഹം വിളിച്ചു പറയുന്ന കാര്യം ആ നിലപാടിലേക്ക് എത്തേണ്ടി വരും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അമ്പലക്കള്ളന്മാരെ സർക്കാർ മനഃപൂർവ്വമായ ഒരു സംരക്ഷണ കവചം ഇവർക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന ആക്ഷേപം കോൺഗ്രസിനടക്കം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. കാരണം പത്മകുമാറിനെ കുറിച്ച് ഒരക്ഷരം കടുപ്പിച്ച് പറയാൻ പോലും, പത്മകുമാറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു നടപടി ആലോചന നടത്താൻ പോലും CPM-ന് ഇപ്പോഴും കഴിയുന്നില്ല എന്നത് ദുരൂഹമായിട്ടുള്ള ഒരു സംഗതിയായി അവിടെ നിൽക്കുകയാണ്. അദ്ദേഹത്തെ DC-യിൽ നിന്ന് മാറ്റാമല്ലോ, അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് കളഞ്ഞല്ലോ, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നു പോലും പറയുന്നില്ല. ജയിലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാത്തത് കൊണ്ട് നടപടിയെടുക്കുന്നതിൽ അർത്ഥമില്ല എന്ന പ്രത്യേകവാദം ആണ് ഇന്ന് മുൻപ് പാർട്ടി സെക്രട്ടറി ഉന്നയിച്ചത്. രാഹുൽ ഈശ്വർ, ഇതിനകത്ത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കൂടി ഇന്നായിരിക്കുകയാണ്. അദ്ദേഹത്തിനും ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് ആക്ഷേപിക്കുമോ താങ്കൾ? ശ്രീ നിഷാദ്, അതിലേക്ക് വരുന്നതിനും എനിക്ക് ഒരു പോയിന്റ് പറയാൻ അവസരം തരണം. ഹസ്കർ സാറിനോടും അതുവഴി CPM-നോടുമാണ്. ദൈവത്തെ ഓർത്ത് ഇങ്ങനെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലെ കള്ളം പറയരുത്. വേണമെങ്കിൽ കുറച്ചുകൂടെ സ്വർണ്ണം അടിച്ചു മാറ്റിക്കോളൂ. ചരിത്രത്തെക്കുറിച്ച് അങ്ങനെ കള്ളം പറയരുത്. ഇത് കേരള ഗവൺമെന്റ് പബ്ലിഷ് ചെയ്ത 200 വർഷം മുമ്പുള്ള ബുക്കാണ്. മെമ്മോയർ ഓഫ് ദി സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ്. അതായത് 1810 അല്ലെങ്കിൽ 16കളിൽ വാർഡും കോണറും എന്ന 2 ബ്രിട്ടീഷ് സൈനികർ തിരുവിതാംകൂറിന്റെ കൊച്ചിയുടെ സെൻസസ് എടുത്തു. അവരൊരു ജനുവരി 12 ശബരിമല വന്നു. ഞാൻ നിഷാദിന് എന്റെ പ്രസക്ത ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിൽ വാർഡും കോണറും പറയുന്നത് 200 വർഷം മുമ്പ് 10 മുതൽ 15,000 പേർ ശബരിമലയിൽ ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ നിന്ന് വന്നിരുന്നു. ഓർക്കുക, ഫ്രം ദി മോസ്റ്റ് റിമോട്ട് കോർണേഴ്സ് ഓഫ് ഇന്ത്യ
തിരുവിതാംകൂർ അല്ല, കേരളമല്ല, മദ്രാസ് പ്രസിഡൻസി അല്ല, ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ അന്ന്, അതായത് സ്റ്റീം എഞ്ചിൻ വേണ്ട രീതിയിലില്ല, കാൽനടയായിട്ടും അല്ലെങ്കിൽ കുതിരപ്പുറത്തും വണ്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പ് ശബരിമല വന്നിരുന്നു എന്ന് ബ്രിട്ടീഷുകാർ കണക്കായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചന്ദ്രാനന്ദ സഖാവിന് വലിയ ബഹുമാനമാണ്, ഞങ്ങളുടെ വീട്ടുകാരോടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ്. ചന്ദ്രാനന്ദ സഖാവ് അയ്യപ്പ ജ്യോതി ഉണ്ടാക്കിയതിന് ശേഷമാണ് ശബരിമല ആൾക്കാരൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ ചന്ദ്രാനന്ദ സഖാവിനോടും അത് പാപമാണ്, അയ്യപ്പനോടും പാപമാണ്. യഥാർത്ഥത്തിൽ ശബരിമല കഴിഞ്ഞ 1000 വർഷങ്ങളായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് 1816 15,000-ഓളം ആൾക്കാർ വന്നു എന്ന് ബ്രിട്ടീഷുകാരുടെ രേഖ. അതും ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ. സ്വർണം കട്ടാലും കുഴപ്പമില്ല, ചരിത്രത്തിൽ വെള്ളം ചേർക്കരുത്. പ്രത്യേകിച്ച് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ചരിത്രം വേണ്ട രീതി ബോധം പോലും ഇല്ല. ഇനിയും ഇത് നമ്മുടെ സംഘപരിവാർ സുഹൃത്തുക്കളെ തോപ്പിക്കുന്ന രീതിയിൽ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ CPM-കാരുടെ ചന്ദ്രാനന്ദൻ സഖാവ് അയ്യപ്പ ജ്യോതി നടത്തിയോണ്ടാണെന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പ്രചരിപ്പിച്ച ദൈവം അങ്ങോട്ട് പൊറുക്കില്ല. 2 ശബരിമലയിൽ എന്നും ആളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഡോക്യുമെന്റഡ് ആണ്. അതായത് ഇത് ഏതെങ്കിലും CPM-ഓ BJP-യോ കോൺഗ്രസോ ഇറക്കുന്ന ക്യാപ്സൂൾ അല്ല. കേരള ഗവൺമെന്റ് 1994 പുനഃപ്രസിദ്ധീകരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്തെ സെൻസസിന്റെ രേഖയും ഓർമ്മക്കുറിപ്പുകളുമാണ്. അതുകൊണ്ട് ശബരിമല ആള് വന്നത് CPM ഉണ്ടായിട്ടല്ല. ശബരിമലയിൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ വന്നിരുന്നു. ഈ 2 നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ 2 പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ആക്ടിവിസ്റ്റുകളെ അവിടെ കയറ്റണോ എന്ന ചോദ്യം അന്ന് ഉന്നയിച്ച്, പ്രക്ഷോഭകാലത്ത് ഉന്നയിച്ച് ഞങ്ങളുടെ വിശ്വാസികളെ കുറെയെങ്കിലും സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് കടകംപള്ളി സാർ. അതിനുള്ള ആദരവും സ്നേഹവും ബഹുമാനവും കടപ്പാടും അദ്ദേഹത്തിനോടുണ്ട്. അന്ന് ആരും സഹായിക്കാനില്ലായിരുന്ന സമയത്ത് പോലും AKG സെന്ററിൽ നിന്ന് ചീത്ത കേട്ടിട്ടാണെങ്കിൽ പോലും ആക്ടിവിസ്റ്റുകൾ വേറെ, വനിതാ വിശ്വാസികൾ വേറെ എന്നൊരു ഡിഫറൻസിയേഷൻ ഉണ്ടാക്കിയ കടകംപള്ളി സുരേന്ദ്രൻ സാറാണ്. 2, ഇന്നും പല ആൾക്കാരും പറയാൻ പേടിക്കുന്ന ഒരു കാര്യം, ശബരിമലയിലെ സുപ്രീം കോടതി വിധി തെറ്റാണ്. അതായത് നിഷാദ് എന്ന് പറയുന്ന ലെഫ്റ്റ് ലിബറൽ പൊസിഷൻ എടുക്കുന്ന വ്യക്തിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല ശബരിമലയിലെ വിധിന്യായം തെറ്റാണെന്ന്. ഇന്നും നിഷാദിന് മനസ്സിലായിട്ടില്ല അത് യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയുള്ള തീവ്ര വലതുപക്ഷത്തിന്റെ വളഞ്ഞ വഴിയാണ്. പക്ഷേ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അയ്യപ്പ സംഗമത്തിന്റെ ദിവസം വളരെ ശക്തമായി പറഞ്ഞു ശബരിമലയിലെ വിധി തെറ്റാണ്. ഈ സുപ്രീം കോടതി വിധി തെറ്റാണെന്ന് നിഷാദിനും നമ്മുടെ മീഡിയ വണ്ണിനും നമ്മുടെ നാട്ടിലെ ലെഫ്റ്റ് ലിബറൽസിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് പറയാൻ ധൈര്യം കാണിച്ച വ്യക്തിയാണ്. 3, ഹസ്കർ സാർ പറയുന്ന ഒരു കാര്യം കറക്റ്റാണ്. പലപ്പോഴും ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ബോർഡിലുള്ള ഹോൾഡ് വളരെ കുറവാണ്. അതായത് ഒരു ക്വാസി ഗവൺമെന്റൽ സ്ഥാപനം പോലെയൊക്കെയാണ് ദേവസ്വം ബോർഡ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് മന്ത്രിക്ക് എത്രമാത്രം ഇതിന്റെ മേൽ കൾപ്പബിലിറ്റിയും ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളൊരു ലീഗൽ ക്വസ്റ്റ്യൻ അവിടെ സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആരോപണ സ്വഭാവത്തിൽ ആർക്ക് എതിരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഇത് ഫാക്ച്വൽ ആണോ എന്ന് അറിയണം. ശ്രീ നിഷാദ് തന്നെ ഈ 9ഓളം ഇടക്കാല വിധിന്യായങ്ങളിൽ വായിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകും. മീഡിയയോട് ഹൈക്കോടതി പറയുന്നത് അമിതമായി സെൻസേഷനലൈസ് ചെയ്യരുത്. കാര്യം ഈ അക്യൂസ്ഡിനും അവരുടേതായ ലൈഫും റൈറ്റ്സും ഉണ്ട്. നാളെ ഇവർ ഈ രീതിയിൽ എന്താ പറയുക കുറ്റക്കാരല്ലെന്ന് കണ്ടാൽ, ഇപ്പം കടകംപള്ളി സാർ ഒരു കാര്യം പറഞ്ഞു കേട്ട് എനിക്ക് വിഷമം തോന്നി. എന്നെ സ്വർണ്ണക്കളന്ന് വിളിക്കാതിരിക്കാമോ എന്ന് ചോദിച്ചു, VD സതീശൻജിയോട് ചോദിച്ചതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് ദൈവത്തിന്റെ സ്വർണം കട്ടു എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു മനുഷ്യനും വേദന തോന്നും. അതുകൊണ്ട് കുറച്ചുകൂടെ തെളിവുകളിൽ ഉണ്ടായാൽ മാത്രമേ ഇവരെ കള്ളന്മാരെന്നോ മോശക്കാരെന്നോ വിളിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ കേസിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം ഹൈക്കോടതിയാണ് ഈ കേസിലെ പരാതിക്കാരൻ. ജസ്റ്റിസ് രാജ വിജയരാഘവനും ജസ്റ്റിസ് ജയകുമാറും അടക്കമുള്ള പ്രഗത്ഭ ജഡ്ജിമാർ. ഇപ്പൊ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചും അതിശക്തമായ നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. അതിനെയാണ് മുഖ്യമന്ത്രി പരിഹസിക്കാനും അല്ലെങ്കിൽ പരിമിതപ്പെടുത്താനും ഒക്കെ നോക്കിയത്. മുഖ്യമന്ത്രി ആ ബെഞ്ച് അല്ലല്ലോ ഇത് പറഞ്ഞതെന്നൊക്കെ ദുസ്സൂചനയോടുകൂടി പറഞ്ഞത് ശരിയായില്ല. ഹൈക്കോടതിയോട് അനാദരവാണ്. പക്ഷേ ജസ്റ്റിസ് ബദറുദ്ദീൻ അടക്കം നമ്മുടെ സിസ്റ്റം, എസ്പെഷ്യലി ജുഡീഷ്യൽ സിസ്റ്റം വളരെ കാര്യമായി നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കോടതി വിധിയിൽ പറയാത്ത കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നിട്ട് പറയരുത്. കോടതി വിധിയിൽ പറയുന്ന കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ വേണം. ഞാൻ CPM വിരുദ്ധനാണ്. എന്നും CPM-കാരോട് തല്ലുകൂടി നിന്നാണ്. ശ്രീ നിഷാദിന് ഓർമ്മ കാണും, അങ്ങ് മറ്റൊരു ചാനലിൽ നിന്ന് ഉണ്ടായിരുന്ന കാലത്ത് എന്റെ കാറ് വരെ നമ്മുടെ CPM-ന്റെ സഖാക്കൾ അടിച്ചു പൊളിച്ചതാണ്. ഞാൻ ഈ പശു സംരക്ഷണത്തെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞത്. പക്ഷേ അതുകൊണ്ട് എന്റെ CPM-നോടുള്ള ദേഷ്യം, എന്നെ അറസ്റ്റ് ചെയ്യുന്ന പിണറായി വിജയനോടുള്ള ദേഷ്യം കടകംപള്ളി സുരേന്ദ്രന്റെയോ CPM-ന്റെയോ പുറത്ത് തീർക്കാൻ നമ്മൾ നിൽക്കരുത്. അയ്യപ്പനെ രാഷ്ട്രീയപരമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കരുത്. അങ്ങനെ ഒരു മര്യാദ നമ്മൾ കാണിക്കണം. കോടതി ശ്രീ കടകംപള്ളിയെ തെറ്റുകാരെന്നോ സംശയത്തിന്റെ നെല്ലെന്നോ പറഞ്ഞാൽ നമ്മൾ ശക്തമായത് പറയണം. ശരി, അപ്പൊ അതിനകത്തൊരു ഒരു നിഷ്പക്ഷമായ പൊസിഷനിൽ ഇപ്പോ ഒന്ന് നിൽക്കൂ. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ രാഹുൽ ഈശ്വരനോട്. രാഹുൽ, ഈ ശബരിമല പ്രശ്നം ഈ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അത് തെരഞ്ഞെടുപ്പിൽ ഇമ്പാക്ട് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ് CPIM-ന്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ ആ തെറ്റിദ്ധാരണ നീക്കുന്നതിനായി CPIM ഭക്തരുടെ വീടുകളിലേക്ക് അടക്കം, എന്ന് വെച്ചാൽ കേരളത്തിലെ മുഴുവൻ വീടുകളിലേക്കും വരുന്നു, എന്താണ് പ്രശ്നങ്ങൾ കേൾക്കാൻ. അതിൽ ശബരിമല ഇഷ്യൂവിലടക്കം ഒരു ക്ലാരിഫിക്കേഷൻ പാർട്ടി തരാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പരിഹരിക്കാൻ കഴിയുന്ന, ഭക്തരെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇപ്പോഴും CPM-ന് ബാക്കിയുണ്ടോ?
ഇല്ല, രണ്ട് കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ജനസംഖ്യയുള്ള പാർട്ടികളൊന്നും CPM ആണ്. 75 മുതൽ 80% CPM-ന്റെ ഇന്നും ഹിന്ദുക്കളാണ്. എസ്പെഷ്യലി ഹിന്ദു പിന്നോക്ക ജനവിഭാഗങ്ങൾ, കുറച്ച് നായർ ജനവിഭാഗങ്ങൾ. പണ്ടൊക്കെ ഞങ്ങളുടെ ഫാമിലിയിൽ, ബ്രാഹ്മണ ഫാമിലിയിലുള്ള പലരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ആ രീതിയിൽ എൻ്റെ അച്ഛനടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചായയുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ രണ്ട് പ്രശ്നം CPM-നുണ്ട്. ഒന്ന്, CPM ഇന്ന് പോലും യുവതി പ്രവേശനത്തിന്റെ വിധിന്യായത്തെ തള്ളി പറയാൻ തയ്യാറായില്ല. കടകംപള്ളി സാർ ചെയ്തു, ബാക്കിയുള്ളവർ ചെയ്തിട്ടില്ല. രണ്ട്, ഇന്നും ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വേണം. അതായത് പത്മകുമാർ സാറിന് ജാഗ്രത കുറവാണ് ഉണ്ടായതെങ്കിലും അദ്ദേഹം ശിക്ഷിക്കപ്പെടണം, സംശയമൊന്നുമില്ല. അത് ഹസ്കർ സാർ പറയുന്നതിനോട് 100% യോജിപ്പാണ്. പക്ഷേ അദ്ദേഹം ഈ കൊള്ളയിൽ ഇൻവോൾവ് ആണോ എന്ന സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. അതൊരു കറക്റ്റ് പോയിന്റ് ആണ്. ശ്രീ പത്മകുമാർ സാറിന് ഈ കാര്യത്തിൽ ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ഏറ്റവും വേദനിക്കുന്ന വ്യക്തി ഞാനായിരിക്കും. കാര്യം എനിക്ക് മനസ്സിലായി, എനിക്ക് രാഹുലിന്റെ പോയിന്റ് മനസ്സിലായി. അതായത് പത്മകുമാറിന്റെ പങ്കാളിത്തം പൂർണ്ണ തോതിൽ വരണം, നമുക്ക് ആക്ഷേപിക്കണമെങ്കിൽ ചാർജ് ഷീറ്റ് വരണം, അല്ലെങ്കിൽ കോടതി ഫൈൻഡിങ് വരണം. ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇദ്ദേഹത്തെ കണക്ട് ചെയ്യുന്ന തെളിവുകൾ വരികയോ പ്രതികർക്കുകയെങ്കിലും ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. CPIM വീടുകൾ കയറി ഞങ്ങൾക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു വൈരാഗ്യ സമീപനം ഇല്ല, സ്വത്തടിച്ചു മാറ്റാൻ ഞങ്ങൾക്ക് പ്ലാനൊന്നുമില്ല, ഞങ്ങളുടെ ആരും അതിൽ ഇൻവോൾവ് അല്ല, നിങ്ങൾ ഈ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടൊന്നും കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത് എന്ന് പറയാനാണ് CPM 15-ാം തീയതി മുതൽ വീടുകൾ കയറി തുടങ്ങുന്നത്. സോ അങ്ങനെ സംസാരിച്ച് CPM-ന് സെറ്റിൽ ചെയ്യാവുന്ന ഒരു ഇഷ്യൂ മാത്രമേ ഇപ്പോഴും ഈ സമയം വരെയുള്ളൂ. പൂർണ്ണാർത്ഥത്തിലല്ല, രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. പൂർണ്ണാർത്ഥത്തിലല്ല. ഒന്ന്, CPM-ന് എപ്പോഴൊക്കെ ശബരിമല തൊട്ടോ അപ്പോഴൊക്കെ പിഴച്ചിട്ടുണ്ട്. അത് ശബരിമല യുവതി പ്രവേശനത്തിന്റെ വിധിന്യായമാകട്ടെ, അയ്യപ്പ സംഘമാകട്ടെ, ഈ വിഷയമാകട്ടെ, CPM ഇന്നും വേണ്ട രീതിയിൽ ആ വിഷയത്തെ ആഴത്തിൽ പഠിച്ചിട്ടില്ല. അതിന്റെ ഒരു പോസിറ്റീവ് സൂചന കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി അയ്യപ്പനും വാവരും വെളുത്തയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം എന്നൊക്കെ പറഞ്ഞത് പോസിറ്റീവാണ്. ഞാൻ പറയുന്നത് ഗ്രൗണ്ടിലെ അയ്യപ്പ വിശ്വാസിക്ക് അത് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രി നമ്മുടെ വിശ്വാസത്തെ ഉയർത്തി പറഞ്ഞു എന്ന തോന്നൽ ഉണ്ടാകാറുണ്ട്. ഇന്നും പക്ഷേ CPM പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഇവരുടെ ഉത്തരവാദിത്വത്തിൽ ഇവർ പരാജയപ്പെട്ടു. ശ്രീ നിഷാദ് തുടങ്ങിയത് വളരെ കറക്റ്റാണ്. ലോകത്തിൽ ആർക്കും അഭിപ്രായമില്ല പത്മകുമാർ സാറും വാസു സാറും അടക്കം അവരുടെ ഉത്തരവാദിത്വത്തിൽ പരാജയപ്പെട്ടോ ഇല്ലയോ എന്ന്. ദേ ഹാവ് ഫെയിൽഡ് ഇൻ ദെയർ റെസ്പോൺസിബിലിറ്റി. അതിന് രണ്ട് പക്ഷവും ഇല്ലല്ലോ. അവരെന്തായാലും ഉത്തരവാദിത്വത്തിൽ പരാജയപ്പെട്ടു. രണ്ട്, ശ്രീ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണമാണ്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അതായത് ദ്വാരപാലക ശില്പങ്ങളടക്കം കോടിക്കണക്കിന് രൂപയ്ക്ക് മറിച്ചു വിറ്റോ മുറിച്ചു വിറ്റോ, ഈ സംശയം ബാക്കിയുണ്ട്. അതോടൊപ്പം യഥാർത്ഥത്തിൽ അവിടുത്തെ സ്വർണ്ണപ്പാളികൾ എവിടെയെന്ന ചോദ്യമുണ്ട്. അപ്പൊ CPM-ന് എന്തൊക്കെയോ മറയ്ക്കാനുണ്ടോ എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇപ്പോഴും വരുന്നത്. ഈ ഒരുപക്ഷെ ഭരണം മാറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അതിനൊന്നും ഇവരെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണോ എന്ന് ശ്രീ ജിൻഡോ ജോൺ ചോദിക്കുന്നത് പോലെ സാധാരണക്കാർ ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ 40 ദിവസം CPM-ന്റെ ഇത്രയും മുതിർന്ന ആൾക്കാർ കിടക്കുവോ, വാസു സാർ കിടക്കുവോ, പത്മകുമാർ സാർ കിടക്കുവോ എന്ന സംശയമുണ്ട്. അപ്പോൾ ഇതിൽ CPM-ന്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിറ്റി വേണം. സ്വരാജ് സഖാവ് പറഞ്ഞ ഒരു കാര്യം പാർഷ്യലി ശരിയാണ്. എന്താണ് ഇവർ ചെയ്ത കുറ്റമെന്ന ക്ലാരിറ്റി വരണം. അതിന് പ്രൊസീഡ്സ് ഓഫ് ക്രൈമോ അല്ലെങ്കിൽ മണി ട്രെയിലോ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇനി ഇതൊന്നും കണ്ടുപിടിക്കാതിരിക്കുകയാണോ എന്ന് നമുക്കറിയില്ല. ഇതൊന്ന് സത്യം പറയാമല്ലോ, അടുത്ത തവണ കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കോൺഗ്രസ് ഭരിക്കണം അല്ലെങ്കിൽ UDF ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അത് CPM-നെ അയ്യപ്പന്റെ പേരിൽ അടിച്ചിട്ടാവരുത്. കോൺഗ്രസിന്റേതായി മുമ്പോട്ട് വെക്കാനുള്ള ഒരു പോസിറ്റീവ് അജണ്ട ഉണ്ടാകണം. അപ്പൊ ഇതിനെ രാഷ്ട്രീയപരമായി ഇടതും വലതും മധ്യവും നിന്ന് നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. സാധാരണ അയ്യപ്പ വിശ്വാസികളുടെ സ്റ്റാൻഡ് അതാണ്. അതുകൊണ്ടാണ് NSS-ന്റെ അതിനകത്ത് ക്ലാരിറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കണമെന്ന അഭിപ്രായമാണ് രാഹുലിനെ പങ്കുവെക്കാനുള്ളത്. CR രാധാകൃഷ്ണൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ തത്സമയമുണ്ട്. CR രാധാകൃഷ്ണൻ, ഇതുവരെ നടന്നിട്ടുള്ള ഈ പ്രൊസീഡിങ്സ്, അന്വേഷണങ്ങൾ, പ്രതി ചേർക്കലുകൾ, ജയിൽവാസം, അതിലെ മൊഴികൾ, പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ, ഇതിനെ ടോട്ടലി താങ്കൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? ഇതിൽ കുറ്റക്കാരായ ആളുകൾ പിടിക്കപ്പെട്ടു എന്നാണോ കാണുന്നത്? നമ്മൾക്ക് ഈ മൊത്തം വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻവിധിയോടെ കാര്യങ്ങൾ കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ഈ ദേവാലയ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കൊടിയ നഷ്ടങ്ങൾ ഉണ്ടായി എന്നത് ഒരു വസ്തുതയുമാണ്. അപ്പോൾ അതിൻ്റെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം നമ്മളെ മുമ്പിലുള്ള ഒരു വിഷയം, ഈ അന്വേഷണത്തിൽ ഇത്ര ദീർഘമായി പോകുന്ന അന്വേഷണം, ആ അന്വേഷണത്തിൽ നമുക്ക് തൃപ്തികരമായി ഒന്നും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഈ ദേവാലയ സ്ഥാപനങ്ങളിൽ ഇത് 1999 ഏൽപ്പിച്ചു. അപ്പോൾ ഒരു 25-26 വർഷം മുൻപ് നടവരവ് വന്ന ഒരു സാധനം നഷ്ടപ്പെട്ടത് സംബന്ധിച്ചുള്ള കാര്യമാണ്. രണ്ട്, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആക്റ്റും റൂളും അതെല്ലാം തന്നെ അതിപ്രാചീനമാണ്. അത് 1956 സംസ്ഥാന സർക്കാർ വന്നതിന് മുൻപ്, ഒരു 4-5 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ നിയമങ്ങളാണ്. അപ്പോൾ അന്നത്തെ അതിപ്രാചീനമായ അക്കൗണ്ട് സിസ്റ്റം അതാണ് ഇപ്പോഴും തുടരുന്നത്. അതിൻ്റെ ആക്ട്, അത് സംബന്ധിച്ചുള്ള സബ് നിയമങ്ങൾ, പിന്നെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകളും ആചാരങ്ങളും അതിൻ്റെ സങ്കീർണതകൾ വളരെ വലുതാണ്. ഇതൊക്കെ നന്നായി പഠിക്കാത്ത ഒരു ഏജൻസിക്കും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ ക്രൈം സംബന്ധിച്ച്
വളരെ വളരെ ശക്തമായി ആഴത്തിൽ അന്വേഷണം കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കാനുള്ള സമയം. ഇനി മൂന്നാമത്തെ ഒരു വിഷയം, ഇത് നമ്മൾ നേരിടുന്ന ഈ വിഷയത്തിൽ നേരിടുന്ന വലിയ വിഷയമുണ്ട്. കാരണം നമ്മുടെ അമ്പലങ്ങളിൽ, എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഭക്തജനങ്ങൾ സ്വർണം, വെള്ളി, അതുപോലെ വില പിടിച്ച ഉരുപ്പടികളൊക്കെ സമർപ്പിക്കപ്പെടുന്നുണ്ട് ധാരാളം. അപ്പം അങ്ങനെ സമർപ്പിക്കുന്ന മാല, അതുപോലെ തന്നെ കിരീടം, അതുപോലെ തന്നെ മറ്റ് ആടയാഭരണങ്ങൾ, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അക്കൗണ്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം അവിടെയുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങളിലുണ്ട്, ശബരിമലയിലുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? അങ്ങനെയുള്ള ഒരു ഉരുപ്പടി ദേവസ്വത്തിൽ കൊണ്ടുവന്ന് രസീത് നൽകി സമർപ്പിച്ചിട്ടുള്ള ഉരുപ്പടിയുടെ നഷ്ടമല്ല സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ശ്രീകോവിലിൻ്റെ വെളിയിൽ ഈ അമാൽഗമേറ്റ് ചെയ്ത സ്വർണം ശ്രീകോവിലിൻ്റെ മുകളിൽ, ആ ദ്വാരപാല വിഗ്രഹങ്ങളിൽ, ആ സ്തൂപികകളിൽ, ചുറ്റുമുള്ള അയ്യപ്പ ചരിതങ്ങളിൽ, ഇതാണ് ആ സംബന്ധിച്ചത് ഒരു എക്സ്പോസ് ചെയ്ത പ്രോപ്പർട്ടിയാണ്. ആ കാര്യങ്ങൾ, അത് മാത്രമല്ല, അത് കൺവേർട്ട് ചെയ്ത് ഈ സ്വർണം പാളികളാക്കി, ഫോയിലുകളാക്കി, അത് മെർക്കൂറി പ്രോസസ്സിൽ ഒട്ടിച്ചു പിടിപ്പിച്ചൊരു സാധനമാണ്. അപ്പം നമ്മൾ ഒരു മാല, 5 പവൻ്റെ ഒരു മാല നടക്കി വെച്ച അത് സ്വീകരിച്ച് അതിന് രേഖപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനം അത് സ്റ്റോക്ക് ചെയ്യുന്നത് പോലെയുള്ള ഈസിയായൊരു മെത്തേഡല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഒരുപാട് സങ്കീർണതകൾ നമുക്കുണ്ട്. പിന്നെ പ്രധാനമായും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 10-30 വർഷത്തെ ചരിത്രം പരിശോധിച്ച കേരളത്തിലെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രധാനപ്പെട്ട മറ്റേ ബോർഡുകളാണ്. ഈ ബോർഡുകളിലൊന്നും തന്നെ അന്ന് പ്രത്യേകിച്ച് ഇടതു സർക്കാരിൻ്റെ പ്രതിനിധികളായ പ്രവർത്തകരും ഒരു കാലഘട്ടം വരെ ഈ സ്ഥാപനത്തിലെ ഭരണത്തിൽ വരാനോ അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളിലെ കമ്മിറ്റികളിലൊക്കെ വരാനോ ഒക്കെ വിമുഖത കാണിച്ചിരുന്ന കാലഘട്ടമുണ്ട്. ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ കാലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ നേരെ തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ബോർഡുകൾ, ഈ ഇടതുപക്ഷ ബോർഡുകൾ, അതുപോലെ തന്നെ ഈ നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള പിന്നെ ഉപദേശ സമിതികളിലൊക്കെ വരുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാർ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തായാലും ഒരു തർക്കരഹിതമായൊരു കാര്യമുണ്ട് നമ്മുടെ മുമ്പിൽ. കഴിഞ്ഞ 10 വർഷമായി ഭരിക്കാൻ വന്നവരായാലും ശരി, ഈ ഹിന്ദുധർമ്മ സ്ഥാപനത്തിന് കൊടിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ലാൻഡുകൾ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ഥാവര സ്വത്തുകളിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പല ഇതിലും ഈ ക്ഷേത്രത്തിന് വരേണ്ട സമ്പത്തുകൾ സമാഹരിക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചുള്ള വലിയ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിട്ട്, കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ കാലത്താണ് ഉണ്ടായി. ഇത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് കാണാം. ഒരു പക്ഷേ നമ്മുടെ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ വളരെ കർക്കശമായി അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ ഇന്ന് ഈ പാർട്ടിയെ ബാധിച്ചിരിക്കുന്ന ഈ ആക്ഷേപത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, പഴയ മിനിസ്റ്റർ, അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പിന്നെ വകുപ്പിന്, ദേവസ്വം വകുപ്പിന് ഇതിലൊരു കാര്യവുമില്ല. പക്ഷേ അത് സത്യം, അത് റൂള്. പക്ഷെ ഇവരുടെയൊക്കെ പൂർവ്വകാലത്തുള്ള, ഇവരൊക്കെ ചുമതലയേറ്റ കാലത്തുള്ള ഇവരുടെ പ്രസ്താവനകളും പ്രകടനങ്ങളും ഇവരുടെ പങ്കെടുക്കലുകളും ഒക്കെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ആ സത്യം, ഇന്ന് അംഗീകരിച്ച സത്യം അവർ ഭരണത്തിലിരുന്നപ്പോൾ അംഗീകരിച്ചിരുന്നോ എന്നൊരു ചോദ്യം നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളൂ. തീർച്ചയായിട്ടും അവരത് അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോഴാണ് അവരത് അംഗീകരിക്കാൻ തുടങ്ങിയത്. പക്ഷേ അപ്പോഴത്തേക്ക് കാലം കടന്നുപോയിരിക്കുന്നു. ഇവർക്ക് വാസ്തവത്തിൽ ഇവരറിയുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ HRA ആക്ടിലെ 2007 ഈ ഗവൺമെൻറ് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ അമെൻമെൻറ്റ് അനുസരിച്ച് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭരണം സംബന്ധിച്ച് അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് 3 മാസത്തിലേക്കൽ ഇതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവായ ദേവസ്വം കമ്മീഷൻ വകുപ്പിന് അയക്കണം, മന്ത്രിക്ക് അയക്കണം. 2007 അമെൻമെൻറ്റ്. അപ്പോൾ അതനുസരിച്ചാകുമ്പോഴും ഈ 2007 വന്ന 2019 ഇതൊരു മേജർ ഇഷ്യൂ ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകേണ്ടതാണ്, പോയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പല ക്ഷേത്രങ്ങളിലും നമുക്ക് ഇപ്പം വളരെ വളരെ ഗുരുതരമായി, നേരത്തെ എനിക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പ്രാക്കുളം ഭാസിയുടെ കാലത്താണ് അയ്യപ്പ ജ്യോതി പ്രയാണമൊക്കെ നടത്തിയത്. ചന്ദ്രാനന്ദൻ സാർ 4 വർഷത്തേക്ക് വന്നു. അദ്ദേഹം 2 വർഷമായപ്പം അദ്ദേഹത്തിന് ഇവിടെ സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ഓടുകയായിരുന്നു. അന്നും കുറേ അഴിമതിയും ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ എന്തായാലും ഇവിടെ ഈ ക്ഷേത്ര സ്ഥാപനങ്ങൾക്ക് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് വലിയ നഷ്ടങ്ങളും വലിയ വലിയ വീഴ്ചകളും
സംഭവിച്ചിട്ടുള്ളതെന്നുള്ള അല്ല, ഒരു കാര്യം ഞാനത് വ്യക്തത വരുത്താൻ വേണ്ടി ചോദിക്കട്ടെ. സി ആർ രാധാകൃഷ്ണൻ, ഇപ്പൊ ശബരിമലയിലെ ഒരു സ്വർണ്ണക്കൊള്ള, അതിലൊരു പോറ്റിയുടെ പങ്കാളിത്തം, അതിലിപ്പോ മൗനസമ്മതം നൽകിയെന്നുള്ള ചാർജോ മറ്റോ അതിന്റെ പേരിൽ രണ്ടുപേർ അകത്ത് കിടക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ആകമാനം അന്യാധീനപ്പെട്ടു അല്ലെങ്കിൽ ലാൻഡ് പോയി എന്നുള്ളതിന്റെ എന്താ ഡേറ്റ എന്താണ്, അതൊന്ന് പറയാമോ? ഉണ്ട്, ഞാൻ പറയാം. അത് ഈ അജിംസ് പറഞ്ഞ മൗനമല്ല. കാരണം ആക്ട് അനുസരിച്ച് ഈ ബോർഡ് പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും ഉത്തരവാദിത്വമാണ്, ഡ്യൂട്ടി, അവരുടെ ഡ്യൂട്ടിയാണ്. എനിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള മനസ്സിലായി. പക്ഷെ അതിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ ഭരണകാലത്ത് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ, ബോർഡുകൾ, അവയുടെ നഷ്ടം, ലാൻഡ് നഷ്ടം, സ്വത്ത് നഷ്ടം എന്നൊക്കെ അടച്ചു പറയുന്നതിന് ഡാറ്റ വേണമല്ലോ. അതാ ചോദിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നാഷണൽ ഹൈവേ 66 വേണ്ടി ക്ഷേത്രങ്ങളിലെ ഇവിടെ തിരുവനന്തപുരം, പിന്നെ ആലപ്പുഴ, ഇങ്ങനെയുള്ള കുറേ ജില്ലകളിലെ ക്ഷേത്രങ്ങളുടെ സ്ട്രക്ചറുകൾ പൊളിച്ചു, അവിടെ സ്ഥലമെടുത്തു. അവരയച്ച 27 കോടി രൂപ എവിടെ പോയി എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കൂ. എവിടെ പോയി? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥാവര ജംഗമ സ്വത്തുകൾ അത് ഗവൺമെന്റ് റവന്യൂ അതോറിറ്റി വാങ്ങിച്ചെടുത്ത് ഇതുവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടില്ല. അത് ഗുരുതരമായ വീഴ്ചയല്ലേ? അത് ഈ ദേവാലയ സ്ഥാപനം, ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളുടെ മേലുള്ള കൈകടത്തൽ, ഭരണത്തിലുള്ള കൈകടത്തൽ. എനിക്ക് മനസ്സിലായില്ല. അതിന്റെ സമ്പത്ത് ഞാനൊരു TDBയുടെ കയ്യിലുള്ള സാധാരണ നിലയ്ക്ക് ഹൈവേക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്താൽ ഇപ്പൊ എന്റെ ഭൂമി എടുക്കുന്നെങ്കിൽ എനിക്കാണ് പൈസ തരിക. ഒരു TDBയുടെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ TDBക്ക് പൈസ കൊടുക്കാതെ സർക്കാരിന് കൊടുക്കുന്ന മനസ്സിലായില്ല. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. ഈ HRA ആക്ട് അനുസരിച്ചാണ്, അതിൽ 60 സെക്ഷൻ ഉണ്ട്, അതനുസരിച്ചാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതിൽ 1950 അത് നിലവിൽ വന്നത്. അതിലെ 27ാമത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ദേവസ്വം വസ്തുക്കളെ സംബന്ധിച്ച, എന്ന് വെച്ചാൽ തിരുവിതാംകൂർ രാജഭരണത്തിലിരുന്ന കാലത്ത് അസൈൻ ചെയ്തുള്ള ഭണ്ഡാരവക, ദേവസ്വം പുറമ്പോക്ക്, റവന്യൂ പുറമ്പോക്ക്, ഇങ്ങനെ അതുകൂടാതെ അൺഅസൈൻഡ് ലാൻഡുകൾ ദേവസ്വത്തിന്റെ കൈവശത്തിലും ഉപയോഗത്തിലും ഇരിക്കുന്നതും ദേവസ്വം ലാൻഡുകളാണ് എന്നാണ് ആക്ടിൽ പറയുന്നത്. ഇത് ആക്ട് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാറ്റ്യൂട്ടാണ്. ഈ ആക്ട് ഇതനുസരിച്ച് ഈ ഹൈവേ അതോറിറ്റി എടുത്ത ക്ഷേത്രങ്ങളിലെ 10-20ഓളം ക്ഷേത്രങ്ങളുടെ സ്ഥലത്തിന്റെ സ്ട്രക്ചറൽ വാല്യൂവും ലാൻഡ് വാല്യൂവും ദേവസ്വം കമ്മീഷൻ അക്കൗണ്ടിലേക്ക് വരേണ്ടതാണ്. അത് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുകയും 2023 റവന്യൂ സെക്രട്ടറി ഒരു ഓർഡർ ഇറക്കുകയും ചെയ്തു. ആ ഓർഡർ എല്ലാവരുടെയും കയ്യിലുണ്ട്. ആ ഓർഡറിൽ പറയുന്നത് അൺഅസൈൻഡ് ലാൻഡ് അത് ദേവസ്വത്തിന്റെ വകയാണെങ്കിലും അത് രാജാവ് കൊടുത്തതാണെങ്കിലും ഗവൺമെന്റ് കൊടുത്തതാണ്, അതിന്റെ ലാൻഡ് വാല്യൂ ഗവൺമെന്റിന് കിട്ടണമെന്നൊരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഇതിന്റെ ബലത്തിലാണ് ഈ 27 കോടി രൂപ ഗവൺമെന്റ്. 27 കോടി കണക്ക് എനിക്ക് അത് വളരെ ഗുരുതരമായ എന്റെ അറിവിലുള്ള കാര്യമല്ല. താങ്കളൊരു ആക്ഷേപമായിട്ട് ഉന്നയിച്ചു, അത് പരിശോധിക്കണം. ഞാനതിനെ പൂർണ്ണമായിട്ട് ഇപ്പോൾ ഓൺ ചെയ്യാൻ കഴിയാത്തുന്നില്ലാണ്. കാരണം എനിക്ക് അതിനെക്കുറിച്ച് പൂർണ്ണ ധാരണയില്ല. ഒരു കാര്യമാണ്, നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. പക്ഷേ ജിൻഡോ ജോൺ കടകംപള്ളി സുരേന്ദ്രനെ ഒന്ന് ചോദ്യം ചെയ്തിട്ടേ ഉള്ളൂ, തനിക്കറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നു. കടകംപള്ളിയെ സ്വർണ്ണക്കൊള്ളക്കാരൻ, പ്രത്യേകിച്ച് ദേവന്റെ സ്വർണ്ണം അടിച്ചെടുത്തയാളെന്ന് വിളിക്കരുതെന്നാണ് അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ്. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും സീരിയസ് ആയ സംഗതി വരുന്നവരെങ്കിലും നിങ്ങൾക്ക് അത് വെയിറ്റ് ചെയ്തുകൂടെ? സോറി. ഇത് മുൻകാല പ്രാബല്യത്തോടെ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാർക്കും പൊതുപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും CPM അനുവദിച്ചു കൊടുക്കുന്ന ഒരു ദയവാണോ എന്നുകൂടി കടകംപള്ളി പറയേണ്ടതാണ്. കടകംപള്ളിയെ പോലുള്ള ആളുകൾ ഈ കഴിഞ്ഞ നിയമസഭാ സെഷനിൽ പോലും ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹം ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കുമ്പോൾ ശബരിമല പോലെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയൊരു മതേതര ക്ഷേത്രത്തിൽ, മതേതര വിശ്വാസികൾ എല്ലാവരും വരുന്ന ഒരു വലിയ ക്ഷേത്രത്തിൽ, തീർത്ഥാടന കേന്ദ്രത്തിൽ ഇതുപോലെ ഒരു അമ്പലക്കൊള്ള നടന്നിട്ട് അദ്ദേഹത്തിന് വേറെ ഒന്നും അറിയില്ല, അദ്ദേഹത്തിന് അതിൽ കൂട്ടിക്കെട്ടരുതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അദ്ദേഹം ഒരു അറിവുമില്ലാത്ത ആളാണ്. ഈ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിട്ടിരിക്കുമ്പോൾ ഈ 4-5 ദേവസ്വം ബോർഡുകളേ ഉള്ളൂ. ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെങ്കിൽ പിന്നെ ദേവസ്വം മന്ത്രിക്ക് പിന്നെ എന്താ പണി? അപ്പോൾ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് അതിനൊന്നും കഴിവില്ലാത്ത ഒരാളായിരുന്നു, ഞാൻ അത്രയ്ക്ക് കഴിവുകെട്ട ഒരാളായിരുന്നു എന്ന് അദ്ദേഹം സ്വയം സമ്മതിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൽ ഭരണപരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ചയ്ക്ക് ഉത്തരവാദിത്വം അദ്ദേഹം പറയണം. അമ്പലക്കള്ളന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ പെടുത്തണ്ട എന്നുണ്ടെങ്കിൽ അദ്ദേഹം സത്യം പുറത്തു പറയണം. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം SITയുടെ മുമ്പിൽ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം എന്താണെന്ന് SIT മാത്രം അറിഞ്ഞാൽ പോരാ, സകല വിശ്വാസികളും അറിയണം, കേരളത്തിലെ മുഴുവൻ വോട്ടർമാരും അറിയണം.
കാരണം ഈ പാർട്ടിയെ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച പാർട്ടിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് CPM-ന്റെ സാധാരണ സഖാക്കന്മാർക്ക് കൂടി അറിയണ്ടേ? ആ സാധാരണ സഖാക്കന്മാർ വേർപ്പൊഴുക്കി പണിയെടുത്തത് കൊണ്ടല്ലേ ഈ പാർട്ടി അധികാരത്തിൽ വന്ന് അവരുടെ വിശ്വാസ്യതയല്ലേ ചോദ്യം ചെയ്യപ്പെട്ടത്? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒന്നും അറിയാത്ത സാധാരണക്കാരായിട്ടുള്ള എത്ര സഖാക്കന്മാർ ഈ പ്രശ്നത്തിന്റെ പേരിൽ മാത്രം തോറ്റുപോയിട്ടുണ്ടാവും? ഈ ചർച്ചയിൽ BN ഹസ്കർ തന്നെ അക്കാര്യം സൂചിപ്പിച്ചില്ലേ? അപ്പോൾ ഈ അമ്പലക്കൊള്ളയുടെ പേരിൽ അനാവശ്യമായിട്ട് പരാജയപ്പെട്ടു പോയ എത്ര സഖാക്കന്മാരുണ്ടാവും? അവരോടെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പോറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പത്മകുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഈ അമ്പലക്കൊള്ളയിൽ ഈ കടകംപള്ളിക്ക് അറിയാവുന്ന കാര്യം ഈ പറഞ്ഞ SITയുടെ മുമ്പിൽ മാത്രമല്ലെന്നേ, നമ്മുടെ മുമ്പിൽ കൂടി ഒന്ന് പറയണം. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, അദ്ദേഹം മുൻ മന്ത്രിയാണ്, MLA ആണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഈ നിയമപാലകരുടെ മുമ്പിൽ മാത്രമല്ല വാ തുറക്കേണ്ടത്, നമ്മുടെ മുമ്പിലും കൂടി തുറക്കാം. കാരണം സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതമായിരിക്കണമെന്നുള്ള ആ പൊതു നിലപാട് ഇവർ വിട്ടുകളഞ്ഞിട്ടില്ലെങ്കിൽ അത് വാ തുറക്കണം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ പത്മകുമാർ പല ദൈവതുല്യരുടെയും പേര് പറയും. ദൈവതുല്യരൊക്കെ പത്മകുമാറിനോടൊപ്പം കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ഉന്നതരായിട്ടുള്ള ദൈവതുല്യരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപിത നിലപാട്. അതുകൊണ്ടാണ് എന്തെങ്കിലും നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ, അത് കഴിഞ്ഞ് ഞങ്ങളുടെ നടപടി ആലോചിക്കാം എന്ന് പറയുന്നത്. അത് ശിക്ഷിക്കപ്പെട്ടിട്ടായിരിക്കും ആലോചിക്കുന്നത്. ഇവിടെ പിന്നെ നിഷാദ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവർ പറയുന്നത് എന്താ? ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അമ്പലക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ചില ധാരണകളുണ്ട്. ആ ധാരണയുടെ പുറത്താണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തോറ്റത്. അതുകൊണ്ട് ആ ധാരണ തിരുത്താൻ CPM-ന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്താൻ പോകുമെന്ന എനിക്ക് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് പറയാനുള്ളത്. സ്വർണ്ണത്തിനൊക്കെ ഇപ്പോൾ വലിയ വില, 1 ലക്ഷത്തോളം ആയി വില. അത് മാത്രമല്ല, നമ്മുടെയൊക്കെ വിശ്വാസികളായിട്ടുള്ള മനുഷ്യരുടെയൊക്കെ വീട്ടിൽ പഴയ ദേവീദേവ വിഗ്രഹങ്ങളുണ്ട്, പല ആന്റിക് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നല്ല വിലയുണ്ട്. ഇപ്പോഴും ഇതുവരെ അമ്പലക്കള്ളന്മാർക്കെതിരെ ഒരു പ്രഖ്യാപിത നിലപാടെടുത്ത് രാഷ്ട്രീയമായിട്ട് നിലപാടെടുക്കാൻ, സംഘടനാപരമായി നടപടിയെടുക്കാൻ മടിക്കുന്ന നേതാക്കന്മാർ നമ്മുടെ വീട്ടിൽ വന്ന് ധാരണ തിരുത്താൻ വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ചേക്കണം. മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം കേവലം ഹിന്ദു മതവിശ്വാസികളുടെ മാത്രം പ്രശ്നമല്ല, ഈ സംസ്ഥാനത്തെ സകല മനുഷ്യരുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. കാരണം ഒരു സർക്കാരിന്റെ വിശ്വാസ്യതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണം നടക്കുന്ന സമയത്ത് 6 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കൊള്ള നടന്നു എന്നുള്ള വിജിലൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ട് അത് മൂടി വെച്ച് പൂഴ്ത്തി വെച്ച് സംരക്ഷിച്ചിട്ട് അന്ന് കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത കള്ളപ്പോറ്റിയെ തന്നെ 6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ക്ഷണിച്ചു വരുത്തി. BN ഹസ്കർ, ഇതിനകത്തൊരു കാര്യമുള്ളത്, CPIM എന്ന് പറയുന്ന പാർട്ടി ഈ പ്രശ്നത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് രാഷ്ട്രീയമായി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. SITയുടെ അന്വേഷണം അവിടെ നടക്കുകയാണ്. പക്ഷേ നമ്മുടെ ഭരണകാലത്ത് അവിടെ ഉണ്ടായിരുന്ന സ്വത്ത് മോഷ്ടിക്കപ്പെട്ടു. അതൊരു പോറ്റി വന്ന് നമ്മൾ ആരും അറിയാതെ എടുത്തുകൊണ്ട് പോയതാണ്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നാണോ CPIM മനസ്സിലാക്കിയിട്ടുണ്ടാവുക? അങ്ങനെ വിശദീകരിക്കാനാണോ CPM ശ്രമിക്കുന്നത്? എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? CPM-ന്റെ ഒരു പൊസിഷനും ഒരു ധാരണയും എന്താണ് അതിൽ? അല്ല നിഷാദ്, ഏതൊരു സാധാരണക്കാരെ പോലെ തന്നെ പാർട്ടിക്കും ഇക്കാര്യത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ബോധ്യങ്ങളുണ്ട് എന്ന് തന്നെ കരുതുന്ന ഒരാളാണ്. പാർട്ടിക്ക് ഇക്കാര്യത്തെ സംബന്ധിച്ച് ബോധ്യങ്ങളില്ലാതെ പാർട്ടി ഒരു തീരുമാനത്തിലേക്ക് എത്താനോ അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് പോകാനോ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ലേ. എന്താണ് ആ ബോധ്യമെന്ന് പറയുന്നത്? നിലവിൽ SIT നടത്തുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ എന്ന് കാത്തിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പരമപ്രധാനമായിട്ടുള്ള കാതൽ എന്ന് പറയുന്നത്. 2 പ്രശ്നങ്ങൾ ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഒന്ന്, ഈ കുറ്റകൃത്യത്തിൽ ഇവർക്ക് നേരിട്ട് പങ്കാളിത്തമുണ്ടോ? അതാണ് ഏറ്റവും പരമപ്രധാനമായി പാർട്ടിക്ക് ബോധ്യപ്പെടേണ്ടത്. ആ ബോധ്യപ്പെടുക എന്ന് പറയുന്നത് ഫൈനൽ റിപ്പോർട്ട് കുറ്റപത്രം കോടതിയിൽ ഹാജരാക്കുന്ന വേളയിൽ പാർട്ടിക്ക് അത് ബോധ്യപ്പെടും എന്ന് തന്നെയാണ്. അപ്പോൾ നിലവിൽ സംശയത്തിന്റെ നിഴലിൽ മാത്രം നിൽക്കുന്ന ആളുകൾക്ക് എതിരെ നടപടി എടുക്കണ്ട എന്ന തീരുമാനമാണ്. പക്ഷേ അതൊരു ബുദ്ധിശൂന്യമായ നിലപാടായിരുന്നു പാർട്ടിയുടേത് എന്ന് വിശ്വസിക്കുന്നു എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയും ചെയ്തത് അതുകൊണ്ടാണ്. നമുക്ക് ജനങ്ങളുമായി സംവദിക്കുമ്പോൾ, ജനങ്ങളുമായി സംവദിച്ച് ഈ വിഷയത്തെ അവതരിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും വലിയ ചോദ്യങ്ങൾ ഉയരുന്നു, വലിയ സംശയങ്ങൾ വരുന്നു. ആ സംവദിക്കുന്നതിൽ ആ സംശയത്തിന്റെ ആനുകൂല്യം നേടുന്നതിന് കോൺഗ്രസിനും UDF-നും കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ആനുകൂല്യം നേടിയവർ പലരും ഇന്ന് BJP-യുടെ പാളയത്തിലാണെന്നുള്ള കാര്യം കൂടി മറന്നു പോകരുത് എന്നതുകൂടി സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൽ ഇന്ന് മറ്റത്തൂരടക്കം നടന്ന സംഭവ വികാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. BJP-യെ സഹായിക്കുന്നതിനു വേണ്ടി കൂട്ടുകച്ചവടം നടത്തിയതിന് തിരുവനന്തപുരം നഗരസഭ തന്നെ മറ്റൊരു ഉദാഹരണമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത്തരം കൂട്ടുകച്ചവടങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടപ്പെടും. ഈ സാഹചര്യം തെരഞ്ഞെടുപ്പിൽ പരാജയമേറ്റ ഇടതുപക്ഷത്തിന് ഏറ്റവും അതിനുശേഷം വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃനിരകളിലേക്ക് വന്ന തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അതിൽ വന്ന UDF-ന് വന്നിട്ടുള്ള പാളിച്ചകൾ അതൊക്കെ ആനുകൂല്യങ്ങളായി
ജനങ്ങൾക്ക് മുന്നിൽ സംവദിക്കുക എന്നുള്ളത് കൂടി ഈ സംവേദനത്തിന്റെ ഉദ്ദേശം കൂടിയാണ്. അപ്പോൾ ആ സംവേദനം കൃത്യമായി ജനങ്ങൾക്കുള്ളിലെത്തും. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമായിരുന്നു എന്നുള്ളതും, ഞങ്ങൾ ചെന്നാൽ ഞങ്ങളെ സ്വീകരണ മുറികളിൽ ഇരുത്തി ഞങ്ങളോട് വിശദമായി കാര്യങ്ങൾ പറയുന്നതിനും കേൾക്കുന്നതിനും ജനങ്ങൾ തയ്യാറാകുമെന്നും ഞങ്ങളുടെ പ്രാദേശിക നേതാക്കന്മാർ സദാ ജാഗരൂകരായി നിരന്തരം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമല്ല ഞങ്ങൾ കതറിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്, മറിച്ച് അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരുടെ ദൈനംദിന വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നവരാണ്. ചോദ്യം കഴിഞ്ഞ ശബരിമല വിവാദ കാലത്തും താഴെത്തട്ടിലെ പാർട്ടിക്ക് അത് പൂർണ്ണമായും ഡൈജസ്റ്റിംഗ് ആയിരുന്നില്ല എന്നൊരു ദുരന്തം ആ പാർട്ടി അനുഭവിച്ചല്ലോ. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇതിനകത്ത് ശ്രീ രാഹുൽ ഈശ്വർ ഈ പോറ്റി ഇതിലെ പ്രധാന സ്ഥാനീയനാണ്. പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു. കോൺഗ്രസിലെ അതിലെ കാണാച്ചരടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൺസേൺ ഇല്ലേ നിങ്ങൾക്കൊക്കെ? ശ്രീ നിഷാദയോ പ്രമുഖ നേതാക്കളാകുമ്പോൾ ശ്രീ പിണറായി വിജയൻ ആകട്ടെ, അല്ലെങ്കിൽ ശ്രീ മോദി ആകട്ടെ, ശ്രീമതി സോണിയാഗാന്ധി ആകട്ടെ, എത്ര ആയിരക്കണക്കിന് ആൾക്കാരുടെ ഒന്ന് ഫോട്ടോ എടുക്കും. അതിന്റെ പേരിൽ അവരെ എല്ലാം കരിവാരത്തേക്കാൻ നിന്ന് എന്തെങ്കിലും കാര്യമുണ്ടോ? അതിലൊന്നും ഒരു കാര്യമില്ല. ഇതിന്റെ പ്രശ്നമേ ഇത് കുറേയൊക്കെ രാഷ്ട്രീയ സബ് ടെക്സ്റ്റ് വരും, പക്ഷെ അമിതമായി പൊളിറ്റിക്സിന് വേണ്ടി ഇത് ഉപയോഗിക്കുമ്പോഴാണ് ഇതിൽ പ്രശ്നം ഉണ്ടാകുന്നത്. CPM-ന് യഥാർത്ഥത്തിൽ ഒരു ചാപ്റ്റർ തുറക്കാനാണെങ്കിൽ ഓർമ്മ കാണും, ആദ്യം CPM എന്തൊക്കെയാ പറഞ്ഞതെന്ന്. ഞങ്ങൾ വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല. ശ്രീ പിണറായി വിജയൻ അവർ അത്ര രൂക്ഷമായി പറയുകയും എന്റെ ബന്ധുക്കളെ അടക്കം, എന്റെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരെ അടക്കം പല കാര്യങ്ങളിലും മുമ്പുണ്ടായ 1-2 വിവാദങ്ങളെ പരാമർശിച്ചു പറഞ്ഞു. ഇവർ ആന്ധ്രയിൽ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും ശ്രീ പിണറായി വിജയൻ അടക്കം അന്ന് പറയുകയുണ്ടായി. പക്ഷെ ആത്യന്തികമായി എന്ത് സംഭവിച്ചു? CPM-ന് തെറ്റുപറ്റി. ആ CPM-ന് പറ്റിയ തെറ്റ് തന്നെയാണ് ശ്രീ നിഷാദിനും പറ്റുന്നത്. CPM-ന് പറ്റിയ തെറ്റ് തന്നെയാണ് ലെഫ്റ്റ് ലിബറൽസിനും പറ്റുന്നത്. ശ്രീ നിഷാദിന് ഇന്നും മനസ്സിലായിട്ടില്ല, തീവ്ര വലതുപക്ഷം യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കാൻ വളഞ്ഞ വഴിയാണ് ശബരിമല ഈ തീവ്ര എന്താ പറയുക ഒരു പാലം ഉണ്ടാക്കിയതാണ്. ഒരു സുബ്രഹ്മണ്യ സ്വാമി ഒക്കെ പറയുന്ന ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി വളഞ്ഞ വഴി ഉണ്ടാക്കിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ CPM മുമ്പോട്ട് വെക്കുന്ന ഈ മതേതരത്വം, നേരത്തെ ശ്രീ ജിൻഡോ ശബരിമല യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്. ശ്രീ ശബരിമല മുമ്പോട്ട് വെക്കുന്നതാണ് അന്നത്തെ കാലത്തെ ഗാന്ധിയൻ രാഷ്ട്രീയം. അത് മതേതരത്വമല്ല, മതസൗഹാർദ്ദമാണ്. CPM ഇത് ഓണസ്റ്റ്ലി അഡ്രസ് ചെയ്താൽ മതി. ഞാൻ കൗതുകത്തോടൊരു കാര്യം കൂടെ പറയാം. നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു നമ്മുടെ CP ജോൺ, CMBയുടെ പാർട്ടി ഡോക്യുമെന്റിൽ ഈ അയ്യപ്പന്റെയും അവരുടെയും റെഫറൻസ് ഒക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ് ഹിന്ദു പ്ലസ് മുസ്ലിം പ്ലസ് ക്രിസ്ത്യൻ. ഈ ആംഗിൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു പാരഡൈം ഷിഫ്റ്റിന്റെ പ്രശ്നമാണ്. അവിടെയാണ് CPM കുറച്ചുകൂടെ ഓണസ്റ്റായി ഈ വിഷയങ്ങളെ കാണണം. ആ ഓണസ്റ്റി ഉണ്ടെങ്കിൽ CPM ആണല്ലോ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി. കോൺഗ്രസിന് കൂടുതൽ വോട്ട് വരുന്നത് ക്രിസ്ത്യാനികളുടേതും മുസ്ലിങ്ങളുടേതുമാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലെ സാധാരണ ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്ന CPM-നാണ്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ BJP-ക്കാണ്. ഇവിടെയാണ് ഓണസ്റ്റി വേണം. രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ദുരുപയോഗം ചെയ്യരുത്. ഇതിന്റെ പിന്നിലുള്ള കാര്യം കൂടെ കണ്ടുപിടിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ നിഷാദ് അന്നും ആക്റ്റീവായ മാധ്യമപ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ് പറയുന്നത്. 2018 ഞങ്ങൾ ഈ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പുച്ഛമായിരുന്നു, ഞങ്ങളെ ട്രോളായിരുന്നു. എന്റെ നെഞ്ചിൽ ചവിട്ടിയ യുവതികൾ കയറൂ എന്ന് പറഞ്ഞതിന് എന്നെ ഒരുപാടൊന്നും ട്രോൾ ചെയ്തതാ. അവസാനം എന്ത് പറ്റി? ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ 5-അംഗ വിധിന്യായം, 5-അംഗ ബെഞ്ചിന്റെ 4-1 എന്ന വിധിന്യായം മറികടന്ന് നമ്മൾ സത്യം പറയുന്നുണ്ടാ. ആ സത്യത്തിന് ഒരു ശക്തിയുണ്ട്. ഇനി CPM-ന്റെ ഭാഗത്തും CPM പറയുകയാണ് ചില ആൾക്കാരുമായിട്ട് ഇത് ബന്ധപ്പെട്ടുണ്ട്, ഞങ്ങൾക്ക് അവരെ ഇല്ല. CPM-ന് എനിക്ക് തോന്നുന്നു സത്യസന്ധമായ സമീപനം എടുത്താലേ CPM-ന് ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയുന്നതാണ് രാഹുൽ പറയുന്നത്. CR രാധാകൃഷ്ണൻ ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും അവസാനം കാണുന്ന ഒന്ന് കടകംപള്ളി സുരേന്ദ്രനോട് ചോദ്യം ചെയ്യുകയോ മൊഴിയെടുക്കുകയോ മറ്റോ ചെയ്തതാണ്. താങ്കൾ ഇപ്പോൾ ഈ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓരോ 3 മാസം കൂടുമ്പോഴും മേലാവിലേക്ക് അയക്കണം പോലെയുള്ള വ്യവസ്ഥകളുണ്ടെന്ന് പറഞ്ഞു. ടെക്നിക്കലി ഇതിൽ ഈ മുൻ മന്ത്രിയായിരുന്ന അദ്ദേഹം പിടിക്കപ്പെടാൻ അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ടോ? സാധ്യത കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യാതൊരു ഓതറൈസേഷനും ഇല്ല. ഒരു ഇൻട്രസ്റ്റ്മെന്റ് ഇല്ലാത്ത ഒരു കാര്യത്തില് ഒരാളെ ശിക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവരൊക്കെ ഈ മന്ത്രിമാരൊക്കെ ഇപ്പോഴെല്ലാം പണ്ടും ഈ ആക്ടിൽ ഒരു പ്രൊവിഷനും ഇല്ലെങ്കിൽ പോലും അവർ ഇത് സൂപ്പർസീഡ് ചെയ്യാനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ അന്നും ഇന്നും നടത്തിയിട്ടുണ്ട്. അതൊന്നും തർക്കിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ പേട്ടയെന്ന് ആനേറ പോകുമ്പോൾ ആനേറ വലിയ ഉദയാധീശ്വരം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്, ക്ഷേത്രമുണ്ട്. നിങ്ങൾക്ക് ആര് വേണേലും അവിടെ പോയി നോക്കാം. അവിടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞങ്ങളുടെ കുളമൊക്കെ ഒന്ന് വൃത്തിയാക്കി തന്നു മുൻപ്. അവിടെ ചെറിയ അതൊക്കെ ആരുടെ കയ്യിലിരിക്കുകയാണ്? അന്ന് ദേവസ്വം ബോർഡിന്റെ കയ്യിലാണോ? അത് കൈവശം വെച്ച് പിരിവെടുക്കുന്ന ഏത് പാർട്ടിയാണെന്നും ആരുടെയൊക്കെ ഓഫീസാണെന്നും നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. ഇത് ഇമ്മാതിരിയുള്ള, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഈ വിശ്വാസ സ്ഥാപനങ്ങളോട് ഇത് വളരെ സെൻസിറ്റീവ് സ്ഥാപനങ്ങളാണ്.
സ്ഥാപനങ്ങളോട് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാർ ഇടപെടുമ്പോൾ വളരെ കരുതലോടുകൂടി വേണം ഇടപെടാൻ. ആ കരുതൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡിൻ്റെ യൂണിയനുകൾക്ക്, ഇടതുപക്ഷ യൂണിയനുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കേരളത്തിലെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ, ഇടതുപക്ഷ രാഷ്ട്രീയ ശരി, ആ കാര്യത്തിൽ CPIM ശരിയാവണ്ണം വിശദീകരിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് പോയിന്റ്. ഞാനൊന്ന് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നോക്കാം ഈ വരും മണിക്കൂറുകളിലെ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്. അതിന് സമയം കഴിയുന്നു. താങ്ക് യു ശ്രീ രാധാകൃഷ്ണൻ, രാഹുൽ, ഒപ്പം ജിൻഡോ, ഹസ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.